വിഷ്ണു നാരായണൻ സംവിധാനം ചെയ്ത ചിത്രമാണ് നടന്ന സംഭവം. ബിജു മേനോനാണ് പടത്തിലെ നായകൻ. ബിജു മേനോന്റെ പേരായിട്ട് അഭിനയിച്ചിരിക്കുന്നത് ശ്രുതി രാമചന്ദ്രനാണ്. ഓപ്പോസിറ്റ് സൈഡിൽ നിൽക്കുന്നത് സുരാജ് വഞ്ഞോറമോടും ലിജോ മോളുമാണ്. അപ്പോൾ ഈ പടം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഫൺ ഫാമിലി എൻ്റർടൈൻമെൻറ്റ് മൂവിയാണ്. പടം നടക്കുന്നത് ഒരു ഗേറ്റഡ് കമ്മ്യൂണിറ്റി, ഒരു വില്ല കോംപ്ലക്സിൽ വെച്ചിട്ടാണ്. ഒരു 10-15 ആൾക്കാർ താമസിക്കുന്ന ഒരു വില്ല കോംപ്ലക്സ്. അവിടെ ഒരു വാടകക്കാരനായിട്ട് ചെന്നെത്തുകയാണ് ബിജു മേനോനും ബിജു മേനോൻ്റെ വൈഫായിട്ടുള്ള ശ്രുതി രാമചന്ദ്രനും അവരെ മകളും. ബിജു മേനോന് ഒരു മറൈൻ എഞ്ചിനീയറാണ്. 6 മാസം ഷിപ്പിൽ, 6 മാസം നാട്ടിൽ, ആ രീതിയിലുള്ള ഒരു സെറ്റപ്പിൽ ജീവിക്കുന്ന ആളാണ്. അപ്പോൾ നാട്ടിൽ പ്രത്യേകിച്ച് ജോലിയൊന്നുമില്ല. ലീവിൽ വരുന്ന സമയത്ത് ആൾക്കാരായിട്ട് കമ്പനി അടിച്ചു പൊളിച്ച് ജീവിച്ചു പോകുക എന്നുള്ള രീതിയിലുള്ള ഒരു ക്യാരക്ടറായിട്ടാണ് ബിജു മേനോനെ അവതരിപ്പിച്ചിട്ടുള്ളത്. ഭാര്യയായിട്ടുള്ള ശ്രുതി രാമചന്ദ്രൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ലെക്ചറാണ്. അപ്പോൾ അങ്ങനെയുള്ള ഒരു ഫാമിലി, ബിജു മേനോന്, ബിജു മേനോൻ്റെ മകള്, ശ്രുതി രാമചന്ദ്രൻ, ഇവർ ചേർന്നുള്ള ഫാമിലി ഒരു ഗേറ്റഡ് കമ്മ്യൂണിറ്റി വില്ലയിലേക്ക് ഇവർ എത്തിപ്പെടുന്നതും അവിടെ വാടകയ്ക്ക് ഒരു വില്ല എടുക്കുന്നതും അവിടെ വരുമ്പോൾ ബിജു മേനോനെ ഇതിനകത്തൊരു ഗ്ലാമർ താരമായിട്ടാണ് അവതരിപ്പിച്ചിട്ടുള്ളത്. നല്ല അടിപൊളി ഗെറ്റപ്പിലുള്ള, നല്ല വൈറ്റ് കോളർ ജോബായിട്ടുള്ള മറൈൻ എഞ്ചിനീയർ ആയിട്ടുള്ള ബിജു മേനോനെ വളരെ ഗ്ലാമറസ് ആയിട്ട് അവതരിപ്പിച്ചിട്ടുള്ളത്. അപ്പോൾ അദ്ദേഹത്തെ അവിടെയുള്ള ചുറ്റുവട്ടത്തുള്ള ആൾക്കാരൊക്കെ അസൂയയോടെ നോക്കിക്കാണുന്നതും അദ്ദേഹത്തിൻ്റെ ഓരോ ചെയ്തികളും വളരെ എന്താ പറയുക ആരാധനയോടെയും അതേപോലെ അസൂയയോടെ നോക്കിക്കാണുന്നതും. അങ്ങനത്തെ ഒരു സിറ്റുവേഷനിൽ സ്ത്രീജനങ്ങൾ പ്രത്യേകിച്ച് അദ്ദേഹത്തിൻ്റെ ആരാധികമാരായി മാറുകയും അദ്ദേഹത്തിനോട് കൂടുതൽ അടുക്കുകയും ചെയ്യുക. ആ കാര്യങ്ങളൊക്കെ കണ്ടിട്ട് ഇപ്പുറത്തുള്ള ആണുങ്ങൾക്ക്, ആ വില്ലകളിൽ താമസിക്കുന്ന ആണുങ്ങൾക്ക് ഹാലിളകുകയും അപ്പോൾ അതിലുണ്ടാവുന്ന സംശയങ്ങൾ, ഗോസിപ്പുകൾ, കുത്തിത്തിരിപ്പുകൾ, പ്രശ്നങ്ങളെല്ലാം ഊതിപ്പെരിപ്പിച്ച് കാണിച്ച് അത് ഓരോരുത്തരെ ചുവട്ടിൽ കൊണ്ടേ എത്തിക്കുകയും അത് മൂലമുണ്ടാകുന്ന പ്രശ്നങ്ങൾ കാരണം ഉണ്ടാകുന്ന അടിപിടികളും ഉടക്കുകളും അതിന് സൊല്യൂഷൻ എത്തിക്കാൻ പറ്റുമോ എന്നുള്ളതൊക്കെയാണ് പടത്തിൻ്റെ ഇതിവൃത്തം. വളരെ മികച്ച രീതിയിൽ തന്നെ ഈ പടം ചെയ്തു വെക്കാനായിട്ട് വിഷ്ണു നാരായണന് കഴിഞ്ഞിട്ടുണ്ട്. 2 മണിക്കൂർ മാത്രമേ ഉള്ളൂ പടം ഒരു റോളർ കോസ്റ്റർ റൈഡ് പോലെ നമുക്ക് വളരെ ഫാസ്റ്റായിട്ട് തന്നെ പടം നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റും. വളരെ നല്ല രീതിയിൽ നമ്മളെ എൻഗേജ് ചെയ്യുന്ന ഒരു സ്ക്രിപ്റ്റ്, അത് നല്ല രീതിയിൽ തന്നെ മേക്ക് ചെയ്ത് വെക്കാനായിട്ട് ഈ വിഷ്ണു നാരായണന് കഴിഞ്ഞിട്ടുണ്ട്. വളരെ നല്ല രീതിയിൽ നമ്മളെ മൂഡ് കൺട്രോൾ ചെയ്യുന്ന രീതിയിലുള്ള BGM, നല്ല രീതിയിൽ തന്നെ ആ മൂഡ് നമ്മളെ നിലനിർത്തി കൊണ്ടുപോകാനായിട്ടും പ്രേക്ഷകരായിട്ട് ഓരോ ഇമോഷൻ സീക്വൻസുകളും പിന്നെ കണക്ട് ചെയ്യാനായിട്ടും ഇതിനെ സംവിധായകന് കഴിഞ്ഞിട്ടുണ്ടെന്നുള്ളത് എടുത്തു പറയേണ്ട കാര്യമാണ്. 2 സോങ്സ് ഉണ്ട് ഈ പടത്തിലെ തുടക്കത്തിൽ തന്നെയാണ് ഈ 2 സോങ്സുകൾ വളരെ ബ്യൂട്ടിഫുൾ ആയിട്ട് കറക്റ്റ് ടൈമിങ്ങിലാണ് ഈ പടത്തിൽ സോങ്സ് അവർ പ്ലേസ് ചെയ്തിട്ടുള്ളത്. പടം നല്ല രീതിയിൽ നല്ല സ്മൂത്തായിട്ട് നല്ല ഫാസ്റ്റായിട്ട് പടം പോയിക്കൊണ്ടിരിക്കും. അത്രക്കും പെട്ടെന്ന്, കാരണം ഫസ്റ്റ് ഹാഫൊക്കെ നമുക്ക് ഷൂ എന്ന് പറഞ്ഞിട്ട് ഒറ്റ പോക്ക് റോക്കറ്റ് വിടുന്ന സ്പീഡിലാണ് പോകുന്നത്. അത്രക്കും സ്പീഡിൽ 50 മിനിറ്റിൽ ഫസ്റ്റ് ഹാഫ് ആവും. അത്രക്കും സ്പീഡിൽ അത് നമുക്ക് തുടങ്ങി അവസാനിച്ചു എന്നുള്ള കാര്യം നമുക്ക് അറിയില്ല. അത്രക്കും മനോഹരമായിട്ട് തന്നെ ഈ പടത്തിലെ ഫസ്റ്റ് ഹാഫ് അതേപോലെ തന്നെ സെക്കൻഡ് ഹാഫും ഒക്കെ എടുത്തു വെച്ചിട്ടുണ്ട്. ക്ലൈമാക്സ് സീനൊക്കെ എന്ന് പറഞ്ഞാൽ ഗംഭീരമാണ്. ഈ ബിജു മേനോന്റെ പെർഫോമൻസ് നമുക്ക് എടുത്തു പറയേണ്ടതാണ്. നമുക്ക് അറിയാം ഈ ബിജു മേനോന്റെ ഇപ്പോൾ ഒരുപാട് പടങ്ങളിൽ ഇപ്പോൾ നമ്മൾ വെള്ളിമൂങ്ങ മുതൽ നമ്മളിങ്ങനെ കാണുന്നതാണ്. വെറൈറ്റി ഓഫ് ക്യാരക്ടേഴ്സ് അദ്ദേഹം ചെയ്ത് ഫലിപ്പിക്കാനുള്ള അദ്ദേഹത്തിൻ്റെ കഴിവ്. അതിപ്പോൾ കോമഡി നടനാണെങ്കിലും ശരി, ക്യാരക്ടർ റോളാണെങ്കിലും ശരി, പിന്നെ വയസ്സനായിട്ടുള്ള റോളാണെങ്കിലും ശരി, പിന്നെ ചെറുപ്പക്കാരാണെങ്കിലും വളരെ യങ് ആയിട്ടുള്ള ക്യാരക്ടറാണെങ്കിലും ശരി, വില്ലനാണെങ്കിലും ശരി, കുടുംബനാഥനാണെങ്കിലും ശരി, ഏത് റോളാണ് അദ്ദേഹത്തിന് കൊടുക്കുന്നത് അദ്ദേഹം ടു ദ ബെസ്റ്റ് അത് പെർഫോം ചെയ്യും. നമ്മൾ അയ്യപ്പൻ കോശിയിലൊക്കെ അദ്ദേഹത്തിൻ്റെ പെർഫോമൻസ് കണ്ടതാണ്. എത്ര ഗംഭീരമായിട്ടാണ് അദ്ദേഹം ചെയ്തു വെക്കുന്നത് എന്നുള്ളത്, അല്ലെങ്കിൽ ഓരോ പടത്തിലും അദ്ദേഹം എത്ര ഇമ്പ്രൂവ് ചെയ്ത് വരുന്നു എന്നുള്ള കാര്യം നമുക്ക് അത്രയും അതിശയിപ്പിക്കുന്ന കാര്യമാണ്. ഈ പടത്തിൻ്റെ ഒരു ഹാർട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബിജു മേനോന്റെ പെർഫോമൻസ് തന്നെയാണ്. ബിജു മേനോന്റെ ആ ഒരു മാസ് അപ്പീൽ, ബിജു മേനോന്റെ ഒരു ഗ്ലാമറസ് ലുക്ക്, ഇതൊക്കെ മാക്സിമം എക്സ്പ്ലോയിറ്റ് ചെയ്യാനായിട്ട് അല്ലെങ്കിൽ യൂസ് ചെയ്യാനായിട്ട് ഇതിൻ്റെ സംവിധായകനായിട്ടുള്ള മഹേഷ് നാരായണന് കഴിഞ്ഞിട്ടുണ്ട്. സില്ലി ടോക്സ് അതേപോലെ ഗോസിപ്പുകൾ അത് ഒരാളുടെ ലൈഫിനെ എത്രമാത്രം അഫക്റ്റ് ചെയ്യും, എത്രമാത്രം അത് എന്താ പറയുക പ്രശ്നങ്ങൾ ഉണ്ടാക്കും, അത് എങ്ങനെ രസകരമായിട്ട് സ്ക്രീനിൽ കാണിക്കാം, അത് എങ്ങനെ പ്രേക്ഷകരായിട്ട് ബ്യൂട്ടിഫുൾ ആയിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാം, കൺവേ ചെയ്യാം എന്നുള്ള കാര്യത്തിന് ഒരു ഉത്തമ ഉദാഹരണമാണ് ഈ ഒരു നടന്ന സംഭവം എന്ന മൂവി. വിഷ്ണു നാരായണന്റെ മേക്കിംഗ് എടുത്തു പറയേണ്ട സാധനമാണ്. വളരെ ചെറിയൊരു ത്രെഡ് എന്നുവെച്ചാൽ വളരെ ലേറ്റ് ആയിട്ടുള്ളൊരു ത്രെഡ് മാത്രമാണ് ഈ പടത്തിന്റെ കഥ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഈ പടത്തിൽ വലിയൊരു ഗംഭീര കഥ കാര്യങ്ങളൊന്നുമില്ല, പക്ഷേ എടുത്ത രീതി എന്ന് പറഞ്ഞാൽ ഗംഭീരമാണ്. അത് ഓരോ സീനുകളും ഇതിനകത്ത് ടോട്ടലി അൺപ്രഡിക്റ്റബിൾ ആണ്. അതായത് നമുക്കൊരു ക്ലീഷ ആയിട്ടുള്ള ഒരു സംഭവം ഇതിനകത്തില്ല, ക്രിഞ്ച് അടിക്കുന്ന സീനുകളില്ല. വളരെ മനോഹരമായിട്ട് ഓരോ സീനുകളും അൺപ്രഡിക്റ്റബിൾ ആയിട്ട്, ടോട്ടലി അൺപ്രഡിക്റ്റബിൾ ആയിട്ട്, എന്നാൽ ചില കാര്യങ്ങൾ മാത്രം പ്രഡിക്റ്റബിൾ ആയിട്ട് നമുക്ക് തോന്നും.
നല്ല മനോഹരമായിട്ടുള്ള നിമിഷങ്ങൾ അത് നല്ല രീതിയിൽ തന്നെ നമ്മളായിട്ട് കൺവേ ചെയ്യാനായിട്ട് കഴിഞ്ഞിട്ടുണ്ട്. ഇത് പണ്ടത്തെ കാലത്ത് നമ്മളൊരു ഇതേപോലെ ഒരു പടം ഇറങ്ങിയിട്ടുണ്ട് നമുക്ക് വേണമെങ്കിൽ വിചാരിക്കാം, അയലത്തെ അദ്ദേഹം. അതിൻ്റെ ഒരു റെസിപ്രോക്കൽ വേർഷൻ, അതിൻ്റെ ഒരു ഓപ്പോസിറ്റ് വേർഷനാണ് ആക്ച്വലി. ആ പടമല്ല, ആ പടത്തിൻ്റെ ഒരു റെസിപ്രോക്കൽ വേർഷൻ അത് വേണം ഇതിനെ പറയാൻ. അതിലെന്താണോ സിദ്ദീഖ് ചെയ്തത് അതിൻ്റെ എക്സാക്ട് ഓപ്പോസിറ്റ് പോലുള്ള ഒരു ക്യാരക്ടർ അതാണ് ബിജു മേനോൻ ഈ പടത്തിൽ ചെയ്തു വെക്കാനായിട്ട് കഴിഞ്ഞിട്ടുള്ളത്. ബിജു മേനോന്റെ പെർഫോമൻസ് നമുക്ക് എടുത്ത് പറഞ്ഞേ പറ്റൂ. അത്രക്കും നല്ല രീതിയിൽ തന്നെ ഈ പടം ചെയ്യാനായിട്ട് അദ്ദേഹത്തിന് പടത്തിൽ പെർഫോം ചെയ്യാൻ അദ്ദേഹത്തിന് കഴിഞ്ഞിട്ടുണ്ട്. നല്ല രീതിയിൽ മൂഡ് കൺട്രോൾ ചെയ്യുന്ന BGMകൾ, സോങ്സുകൾ, പെർഫോമൻസ്. ബാക്കിയുള്ള ക്യാരക്ടേഴ്സിനെ കുറിച്ച് പറയുന്നത് ശ്രുതി രാമചന്ദ്രൻ അവർ ചെയ്തു വെച്ച ബോൾഡ് ആയിട്ടുള്ള ഒരു ക്യാരക്ടറാണ്, ഒരു ലെക്ചറാണ്. വുമൺ എംപവർമെന്റിനൊക്കെ ലെക്ചർ കൊടുക്കുന്ന ഒരു ഒരു ക്യാരക്ടറായിട്ടാണ് ശ്രുതി രാമചന്ദ്രൻ ചെയ്തിട്ടുള്ളത്. നല്ല രീതിയിൽ തന്നെ ആ ശ്രുതി രാമചന്ദ്രന്റെ ക്യാരക്ടർ, അതേപോലെ ശ്രുതി രാമചന്ദ്രന്റെ ബോൾഡ്നെസ്, ഈ ബിജു മേനായിട്ടുള്ള പിന്നെ എന്താ കോംബോ സീനുകൾ അതൊക്കെ ചെയ്തു വെക്കാനായിട്ട് അവർക്ക് കഴിഞ്ഞിട്ടുണ്ട്. പിന്നെ സുരാജ് വെഞ്ഞാറമ്മൂടിന്റെ പെർഫോമൻസ് ആണെങ്കിലും ഗംഭീരമാണ്. അദ്ദേഹത്തിന് ഈ ഭാര്യയോടുള്ള സംശയം, ആങ്കർ ഇഷ്യൂസ്, ഫ്രസ്ട്രേഷൻസ്, പിന്നെ ഭാര്യയുമായിട്ടുള്ള ഉടക്കുകൾ, അടിപിടികൾ, അതിൻ്റെ ഇടയിൽ ഉണ്ടാകുന്ന കുത്തിത്തിരിപ്പുകൾ, പ്രശ്നങ്ങൾ, അതിൻ്റെ ഇടയിൽ ഒരു എരുതിയിൽ എണ്ണ ഒഴിക്കുന്ന പോലെയുള്ള ബിജു മേനോന്റെ എൻട്രി. അപ്പൊ അത് കാരണം ഉണ്ടാക്കുന്ന പ്രശ്നങ്ങളും സംഭവ വികാസങ്ങളും അടിപിടികളും ബ്യൂട്ടിഫുൾ ആയിട്ട് ചെയ്തു വെക്കാനായിട്ട് ഇതിന്റെ ഡയറക്ടർ ആയിട്ടുള്ള വിഷ്ണു നാരായണന് കഴിഞ്ഞിട്ടുണ്ട് എന്നുള്ള കാര്യമാണ് നമ്മൾ എടുത്തു പറയേണ്ട കാര്യം. പോലീസ് സ്റ്റേഷനിലെ ഓരോ സീനുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗംഭീരമാണ്. പോലീസ് സ്റ്റേഷൻ കാണിച്ചിരിക്കുന്നത്, പോലീസ് സ്റ്റേഷൻ വളരെ കോമഡി രൂപത്തിൽ ഇവർ അവതരിപ്പിക്കാനായിട്ട് കഴിഞ്ഞിട്ടുണ്ട്. ഭയങ്കരമായിട്ടുള്ള എന്താ പറയുക, വെച്ചു കേട്ടലുകളില്ലാതെ, ഒരുപാട് ആർഭാടമാക്കിയിട്ട് കാര്യങ്ങൾ ചെയ്യാതെ, സട്ടിലായിട്ട് വളരെ എന്താ പറയുക ലേറ്റായിട്ട് ഓരോ കാര്യങ്ങൾ എടുത്ത് അവതരിപ്പിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഭയങ്കര കഴിവ് വേണ്ട ഒരു സംഭവമാണ്. അതിന് പ്രത്യേകിച്ച് ഓരോരോ ചെറിയ 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 പോയിന്റ് ഓഫ് കാര്യങ്ങളിൽ വരെ ഇതിനകത്തുള്ള കോമഡികൾ അവർ ക്രിയേറ്റ് ചെയ്ത രീതി എന്ന് പറഞ്ഞാൽ ഗംഭീരമാണ്. ഒരു ബംഗാളി ഇതിനകത്ത് പോലീസ് സ്റ്റേഷനിൽ പരാതിയുമായിട്ട് വരുന്നുണ്ട്. അദ്ദേഹത്തിന് ഒരു പ്രേമ നൈരാശ്യം, പ്രണയവഞ്ചന, അദ്ദേഹത്തിന് ആ ഒരു ബംഗാളിനെ സ്നേഹിച്ചിരുന്ന ഒരു പെൺകുട്ടി കാശ് കാര്യങ്ങൾ മൊത്തമൊക്കെ ഊറ്റിയെടുത്ത് ലാസ്റ്റ് അയാളെ തേച്ചു എന്ന് പറഞ്ഞിട്ടുള്ള ആ പരാതിയുമായിട്ട് പോലീസ് സ്റ്റേഷനിൽ പോകുന്ന സീനുകൾ, അതിൽ ബിജു മേനോൻ കയറി ഇടപെടുന്നത്, അതിൽ പോലീസിന്റെ ഒപ്പീനിയൻ വേർഷൻ, അങ്ങനത്തെ കാര്യങ്ങൾ അതൊക്കെ വളരെ രസകരമായിട്ടാണ് തോന്നിയത്. പിന്നെ അതുപോലെ തന്നെ ഇതിനകത്ത് എടുത്തു പറയേണ്ട പെർഫോമൻസ് വന്നാൽ ലാലു ലക്സ് കോമഡി ചെയ്യേണ്ടടുത്ത് കോമഡി, ടഫ് റഫ് ലുക്കിൽ എത്തേണ്ടടുത്ത് അങ്ങനെ നല്ല രീതിയിൽ തന്നെ അദ്ദേഹത്തിന്റെ ട്രാൻസ്ഫോർമേഷൻ സീനുകൾ നമുക്ക് കാണാം. ജോണി ആന്റണിയുടെ പെർഫോമൻസ് ആസ് യൂഷ്വൽ നമുക്ക് മിക്ക പടങ്ങളിലും ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു പെർഫോമൻസ് പോലെയൊക്കെ തോന്നുമെങ്കിലും തരക്കേടില്ലാത്ത രീതിയിൽ തന്നെ അദ്ദേഹം പെർഫോം ചെയ്ത് വെച്ചിട്ടുണ്ട്. ആ പടത്തിന്റെ ആകെ തുക പറയുകയാണെങ്കിൽ ഒരു ഫൺ ഫാമിലി എന്റർടൈൻമെന്റ് മൂവിയാണ്. ഒരു റോളർ കോസ്റ്റർ റൈഡ് പോലെ അത്രയും ഫാസ്റ്റ് ആയിട്ട് നിങ്ങൾക്ക് കണ്ടിരിക്കാം. ഒരു പോയിന്റ് ഓഫ് ടൈമിൽ പോലും ലാഗ് അടിക്കാതെ, ഒരു പോയിന്റ് ഓഫ് ടൈമിൽ പോലും ത്രില്ലിംഗ് എലമെന്റ് നഷ്ടപ്പെടാതെ, അത്ര കണ്ട് പ്രഡിക്റ്റബിൾ അല്ലാത്തൊരു സ്റ്റോറി, വളരെ നാരോ ആയിട്ടുള്ള ഒരു ത്രെഡ് ലൈന്, അത് ബ്യൂട്ടിഫുൾ ആയിട്ട് ക്രാഫ്റ്റ് ചെയ്ത് നല്ല രീതിയിൽ തന്നെ കൺവേ ചെയ്യാനായിട്ട് ഇതിന്റെ ഡയറക്ടർ വിഷ്ണു നാരായണന് കഴിഞ്ഞിട്ടുണ്ട്. വളരെ ചെറിയ ഒരു സ്റ്റോറി ലൈന് കൊണ്ട് തന്നെ എത്ര ബ്യൂട്ടിഫുൾ ആയിട്ട് പടം ചെയ്യാൻ പറ്റും എന്നുള്ളതിൻ്റെ ഒരു ഉത്തമ ഉദാഹരണമാണ് ഈ ഒരു നടന്ന സംഭവം എന്ന മൂവി. അപ്പോൾ നിങ്ങൾക്ക് അത്യാവശ്യം നല്ല ഫ്രീ ടൈം ഉണ്ട്, നിങ്ങളുടെ ഫാമിലി ആയിട്ട് നിങ്ങൾക്ക് ഒരു അടിപൊളി എൻ്റർടൈൻമെൻറ്റ് മൂവി കാണണം, ഫൺ ഫാമിലി എൻ്റർടൈൻമെൻറ്റ് മൂവി കാണണം, ടോട്ടലി എൻജോയ് ചെയ്യണം, അതിൽ ഓരോ പെർഫോമൻസും കണ്ടിട്ട് ആസ്വദിക്കണം. അതായത് ഒരു ബാഗേജും ഇല്ലാത്ത തിയേറ്ററിൽ പോകുന്നു, കണ്ട് അടിച്ച് അർമാദിച്ച് നിങ്ങൾക്ക് കണ്ട് സന്തോഷിച്ച് പുറത്തേക്ക്, ഒരു ബാഗേജും ഇല്ലാതെ പുറത്തേക്ക് ഇറങ്ങി വരാൻ പറ്റും. അത്രക്കും സന്തോഷിച്ച് വരാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു മൂവി, ഒരു ഫീൽ ഗുഡ് മൂവി, നല്ല അടിപൊളി മൂവി കാണണം. ബിജു മേനോനെ പ്രത്യേകിച്ച് നിങ്ങൾ ഇഷ്ടപ്പെടുന്ന ആളാണ്, ബിജു മേനോന്റെ പെർഫോമൻസ് കാണാൻ ഇഷ്ടപ്പെടുന്ന ഒരാളാണ് എങ്കിൽ, അല്ലെങ്കിൽ അതേപോലെ തന്നെ സുരാജ് വെഞ്ഞാറമ്മൂടിന്റെ പെർഫോമൻസ് ഒക്കെ കാണാൻ ഇഷ്ടപ്പെടുന്ന ആളാണെങ്കിൽ തിയേറ്ററിൽ പോയിട്ട് കാണുന്നതിന് ഒരു നഷ്ടവും തെറ്റുമില്ല. ഒരു 8.5 ഔട്ട് ഓഫ് 10 ആണ് ഈ പടത്തിന് കൊടുക്കാവുന്ന സ്കോർ.